വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബുയൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 12ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പരിചയപ്പെടുത്തുന്നത്. 12ാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫോക്കസ് ഏരിയയിലെ ഹിന്ദി ചാപ്റ്ററുകൾ എങ്ങനെ പരീക്ഷ എഴുതണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു വിവരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിൽ പരീക്ഷ എഴുതാൻ ഇരിക്കുന്ന സമയത്ത് കൂൾ ഓഫ് ടൈമായ 20 മിനിറ്റ് കൊണ്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ടും വിശദീകരിച്ചു തരുന്ന ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. 12ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. 2.5 മണിക്കൂറാണ് പരീക്ഷയുള്ളത്. അതിൽ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 2.5 മണിക്കൂർ പരീക്ഷ എഴുതുന്നതിൻ്റെ എല്ലാ വിവരങ്ങളും 20 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ തീരുമാനിച്ചു വെക്കുന്നത്. ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആലോചിച്ച് ആൻസർ ചെയ്യണം, എങ്ങനെയൊക്കെ എഴുതണം എന്നതിനെക്കുറിച്ച് 2.5 മണിക്കൂർ നേരത്തെ എഴുതുന്ന പരീക്ഷയുടെ മുഴുവൻ കാര്യങ്ങളും 20 മിനിറ്റ് കൊണ്ട് നമ്മൾ കൃത്യമായി ആലോചിക്കി വെക്കാനുള്ള സമയമാണ് കൂൾ ഓഫ് ടൈം. ആ സമയത്ത് നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇടതുവശത്ത് ഒരു ടിക്ക് മാർക്ക് ഇടുക. അല്പം ആലോചിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ഇടതുവശത്ത് ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് മാർക്ക് ചെയ്യുക. ഒട്ടും അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡില് ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കുക. കാരണം ഒട്ടും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ടിപ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. ഫോക്കസ് ഏരിയയിലെ ചാപ്റ്ററുകൾ മാത്രമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകതയുണ്ട്. ടോട്ടൽ മാർക്ക്, ടോട്ടൽ സ്കോർ 80 മാർക്കിനാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിയാവുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം എഴുതിയാൽ അതെല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്ക് കിട്ടുന്ന മാർക്ക് 80-ൽ കൂടുതലാണെങ്കിൽ 80-ൽ 80 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 80-ൽ കുറവാണെങ്കിൽ കിട്ടുന്ന മാർക്ക് 80-ൽ എത്ര മാർക്കാണോ കിട്ടിയത് അത്രയും. പദ്യത്തിൽ നിന്ന് ഒരു സ്റ്റാൻസ തന്നിരിക്കും. ആ സ്റ്റാൻസ തന്നിട്ട് അതിൽ നിന്ന് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പഠിച്ച പോയത്തിന്റെ, പദ്യത്തിന്റെ കുറച്ച് വരികൾ തന്നിട്ട് ആ വരികളിൽ നിന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 4 ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഒന്നാമത്തെ സൂചന അതാണ്. कवितांश पढ़ें और 1 से 4 तक के प्रश्नों के उत्तर लिखें എന്നുള്ളതാണ്. മാതൃഭൂമി എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ആ കവിതയിൽ നിന്നുള്ള ഏതാനും വരികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ സൂചന ഇതാണ്. ആ പദ്യം വായിച്ചിട്ട് അതിൽ നിന്ന് 1 മുതൽ 4 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളോ ദൂസരോं के प्रति उपकार के अर्थ में प्रयुक्त शब्द कौन सा है? ഫോക്കസ് ഏരിയയിലെ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം സർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യം 1 മാർക്കിന്, രണ്ടാമത്തെ ചോദ്യവും 1 മാർക്കിന് തന്നെയാണ്. മാതൃഭൂമിക്ക് ലിയേ കവി ക്യാ കർണാ ചാഹത്തെ ഹേ? മാതൃഭൂമിക്ക് വേണ്ടി കവി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? മൂന്നാമത്തേത് 2 മാർക്കിന്റെ ചോദ്യമാണ്. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗാ കവി ക്യോം ഐസാ സോച്തേ ഹേ? നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് നടക്കുമോ
എന്തുകൊണ്ടാണ് കവി അപ്രകാരം ചിന്തിച്ചത് എന്നുള്ളതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് സെലക്ട് ചെയ്തെടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ചോദ്യം, കവിതാംശയ്ക്ക് ആസ്വാദൻ ടിപ്പണി ലിഖിം. കവിതാംശത്തിലേക്ക് വേണ്ടി ഒരു ആസ്വാദന ടിപ്പണി എഴുതുവാനാണ്, ആസ്വാദന കുറിപ്പ് എഴുതുവാനാണ്. ആ ആസ്വാദന കുറിപ്പ് ആ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന ഒരു പാരഗ്രാഫ് ഫോക്കസ് ഏരിയ, മാതൃഭൂമിയിലെ ഫോക്കസ് ഏരിയയിൽ ആ ഒരു ടിപ്സിന്റെ കൂട്ടത്തിൽ ആ ഒരു പാരഗ്രാഫ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടുപിടിക്കുക. ആ ആസ്വാദന ടിപ്പണിയാണ് ഇവിടെ എഴുതേണ്ടത്. അതിന് 6 മാർക്കുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി അത് പഠിക്കുക. 5ാമത്തെ ചോദ്യം, ये कथन पढ़ें और बहादुर शाह जफर के ചരിത്ര पर टिप्पणी लिखें. ബഹാദുർ ഷാ ജഫർ, ജായുടെ അടിയിൽ കുത്തിട്ട് കഴിഞ്ഞാല് എന്നാണ് വായിക്കേണ്ടത്, സഫർ എന്നല്ല, ജഫർ എന്നാണ് പറയേണ്ടത്. ബഹാദുർ ഷാ ജഫർ के ചരിത്ര पर टिप्पणी लिखें. അവിടെ അതിലെ 2 വരി കൊടുത്തിട്ടുണ്ട്. ആ 2 വരിയിൽ നിന്നാണ് 6 മാർക്കിന്റെ ആ ചോദ്യം നമ്മൾ എഴുതേണ്ടത്. अब हक से या रोईम कोई फायदा नहीं, दिल्ली वाले मुझको रोते होंगे क्या, यह नहीं जानते कि मैं भी उसको रोता हूं. ഇതാണ് ക്വസ്റ്റ്യൻ. ബഹാദുർ ഷാ ജഫർ തന്റെ തന്റെ പുത്രിയുടെ ലെറ്റർ വന്നപ്പോൾ ഡൽഹിയിലുള്ള ആളുകളുടെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വേണ്ടി താൻ ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട് എന്ന് അവരറിയുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ലെറ്ററിൽ എഴുതുന്നതാണ് ആ പറയുന്നത്. അത് 6 മാർക്കിനാണ് ഉള്ളതാണ്. 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഉള്ളതാണ്. സൂചന നമ്പർ 2, ഗദ്यांश पढ़ें और 6 से 8 तक के प्रश्नों के उत्तर लिखें എന്നാണ്. ഗദ്യാംശം വായിക്കുക. 2ാമത്തത് ഒരു പാരഗ്രാഫ് തരുന്നു, അതൊരു ഗദ്യമാണ്. ആ ഗദ്യം വായിച്ചിട്ട് 6 മുതൽ 8 വരെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. हमारी पीटी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है, हरेक आंख से आंसू मिट जाएം. ആ തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് അതിൽ തന്നിട്ട് ആ പാരഗ്രാഫിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണുള്ളത്. ഹമാരി പീട്ടി കെ സബ്സെ മഹാൻ വ്യക്തിക്ക് മഹത്വാകാംക്ഷ ക്യാ ഹേ. നമ്മുടെ ഈ തലമുറയിലെ ആ മഹത് വ്യക്തിയുടെ മഹത്വാകാംക്ഷ എന്താണ് എന്നാണ് ആ ചോദ്യം. അതിന്റെ ഉത്തരം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗദ്യാംശിക്ക സംക്ഷേപം കരേ, 2ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ആ ഗദ്യാംശം ഒന്ന് ചുരുക്കി എഴുതുക എന്നാണ്. സാധാരണഗതിയിൽ ചുരുക്കി എഴുതേണ്ടത് ആ ഗദ്യാംശം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം അതിന്റെ കണ്ടന്റ് സ്വന്തം വേർഡ്സിൽ 1ഓ 2ഓ വരികളിൽ മാത്രം ഉൾക്കൊള്ളിച്ചെഴുതുന്നതാണ് സംക്ഷേപ് കരയും എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുവാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്വന്തത്തിൽ എഴുതുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് തന്നെ 2ഓ 3ഓ സെന്റൻസുകൾ എഴുതിയാൽ ഏകദേശം ശരിയായിരിക്കും. അടുത്ത 8ാമത്തെ ചോദ്യം, ഉചിത് ശീർഷക് ലിഖേം എന്നാണ്. യോജിക്കുന്ന ഒരു ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് 1 മാർക്കാണ്. ആ ഗദ്യാംശം സംഗ്രഹിച്ചെഴുതുന്നതിന് 6 മാർക്കാണ്. 2ാമത്തെ സൂചനയിലെ 8ാമത്തെ ചോദ്യം ഉചിത് ശീർഷക് ലിഖേം എന്നാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന പാരഗ്രാഫിന്, തന്നിരിക്കുന്ന ഗദ്യാംശത്തിന് യോജിക്കുന്ന ഒരു ഹെഡിങ് എഴുതാനാണ് ആ ചോദ്യം 1 മാർക്കിന്. അപ്പോൾ ആ പാരഗ്രാഫ് വായിച്ചിട്ട് ആ പാരഗ്രാഫിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതിന് യോജിക്കുന്ന ഒരു ഹെഡിങ് എഴുതുക. ഇനി നമുക്ക് അടുത്തത് സൂചന 3ാമത്തെ നോക്കാം. കവിതാംശ പഠേം 9 से 12 तक के प्रश्नों के उत्तर लिखें. വീണ്ടും ഒരു കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്. ആ കവിതയുടെ ഭാഗത്തിൽ 9 മുതൽ 12 വരെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിത ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? മോഡൽ പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്
നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർഹേ സൂര്യചന്ദ്രയുഗ മുകുട് മേഖല രത്നാകർഹേ നദിയാം പ്രേമ പ്രവാഹു ഫൂല് താരയമണ്ഡനഹേ ബന്ദീജന ഖഗവൃന്ദ ശേഷഫണ സിംഹാസനഹേ കർത്തേ അഭിഷേക പയോധഹേ ബലിഹാരി ഇസ്വേഷക്കി ഹേ മാതൃഭൂമി തു സത്യഹി സഗുണ മൂർത്തി സർവേഷ് കി. ഇതും മാതൃഭൂമിയിലെ ഏതാനും വരികളാണ്. അപ്പോൾ മാതൃഭൂമി എന്ന ആ പദ്യത്തിൽ നിന്ന് 12 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ആ പദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ നന്നായിട്ട് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ഈ വീഡിയോയുടെ അവസാനം ഇതുവരെ ഹിന്ദിയുടെ ഓരോ ചാപ്റ്ററുകൾ വ്യക്തമായിട്ട് പഠിക്കാത്തവർക്ക് വളരെ പെട്ടെന്ന് പഠിച്ച് എങ്ങനെ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങാമെന്നുള്ളതിന്റെ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. യഹ് കിസ് കവിത കാ അംശ് ഹേ, ഇതേത് കവിതയുടെ ഭാഗമാണ്? മാതൃഭൂമിയിലെയാണ്. മാതൃഭൂമി കവിത കാ അംശ് ഹേ, സിമ്പിൾ, 1 മാർക്ക് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കും. ധർത്തി കാ പരിധാൻ ക്യാ ഹേ, അതിന്റെ ആൻസർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നീലാംബർ, രത്നാകർ, സൂര്യചന്ദ്രൻ, അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം. 11ാമത്തെ ചോദ്യം കവിനെ നദിയോം ഔർ ഫൂലോം കാ വർണ്ണൻ കിസ് പ്രകാർ കിയാ ഹേ, കവി നദികളെയും പൂക്കളെയും ഏത് രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ആ പദ്യത്തിലുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നേരത്തെ തന്നെ ആ പദ്യത്തിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവണം. കാണാത്തവരുണ്ടെങ്കിൽ അവർ വീണ്ടും അത് തെരഞ്ഞെടുത്ത് ആ പദ്യം കാണുക. അടുത്തത് 12ാമത്തെ ചോദ്യം കവിതാംശക്ക ആശയ ലിഖിയം എന്നാണ്. ആ കവിതാംശത്തിന്റെ ആശയം എഴുതാൻ ആസ്വാദൻ ടിപ്പണി നമ്മൾ മൊത്തത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഒരു ചെറിയ മാറ്റം വരുത്തി അതിന്റെ ആശയം എഴുതുക. അത് 6 മാർക്കിനുള്ളതാണ്. അടുത്ത സൂചന നമ്പർ 4, तारीख से 17 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखें എന്നാണ് അടുത്ത ചോദ്യം. 13 മുതൽ 17 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ദോസ്തി ഗീതകാർക്ക് സംഗീതകാർ കോൻഹേ, അതാണ് 13ാമത്തെ ചോദ്യം. ദോസ്തി എന്ന ആ പാട്ടിന്റെ സംഗീതകാർ അഥവാ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഉത്തരം എടുത്തെഴുതിയാൽ മാത്രം മതി. AR റഹ്മാൻ, RD ബർമൻ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, 3 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം ഏതാണ്? RD ബർമൻ എന്നുള്ളതാണ്. 14ാമത്തെ ചോദ്യം സപന ദേഖ്നെ വാലി മസ്ദൂരിൻ കഹാം രഹത്തി ഹേ, സ്വപ്നം കാണുന്ന സ്ത്രീ അവര് എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്? ചോമ്പടിയുമേം ബംഗളേമേം ഫ്ലാറ്റുമേം. അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ഫ്ലാറ്റിലോ ബംഗ്ലായിലോ ഒന്നുമല്ല, ചോമ്പടിയുമേമാണ്. ചോമ്പടിയുമേം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. മന്ദിർക്കെ രാസ്തേമേ ലടുക്കിയാം ക്യാ ബേച്ച് രഹി ഥി, ഫോക്കസ് ഏരിയയിൽ പെട്ടിട്ടുള്ള ഒരു ലെസൺ അല്ല, അത് വേറൊരു ലെസൺ ആണ്. പക്ഷേ നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകും. അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് പെൺകുട്ടികൾ എന്താണ് വിറ്റുകൊണ്ട് നടന്നത്? നമുക്കറിയാം, ഗുലാബ് കാ ഫൂൽ, ചമ്പ കാ ഫൂൽ, കുമുദ് കാ ഫൂൽ. ഇതിൽ 2 എണ്ണവും അല്ല, കുമുദ് കാ ഫൂൽ എന്നുള്ളതാണ് അതിന്റെ ഉത്തരവെന്ന് നിങ്ങൾക്കറിയാം. 16ാമത്തെ ചോദ്യം നോക്കാം. വോ ഭടക്കാ ഹുവാ പീർ ഉസ് വിധാ കി രചനാ ഹേ, ഓ ഭടക്കാ ഹുവാ പീർ ഏത് തരത്തിലുള്ള രചനയാണ് എന്നുള്ളത്. സംസ്മരണാണോ എന്നുള്ളതാണ്. അതുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 17ാമത്തെ ജമീൻ കി രജിസ്ട്രി കെ ദിൻ പഹലെ ഏക് ദിൻ പഹലെ പിതാജി നെ കഹാം ജാനെ കോ കഹാ, ആ ഭൂമി രജിസ്ട്രേഷന് ഒരു ദിവസം മുൻപ് എവിടെ പോകാനാണ് അച്ഛൻ വിളിച്ചത്? അത് നിങ്ങൾക്കറിയാം, ഖേത്ത്, ഗാവ്, ഷഹർ. അതിന്റെ ഉത്തരം സിമ്പിൾ ആണ്, അതും നിങ്ങൾക്കറിയാം. അതും 1 മാർക്കിന്റെ ആണ് അല്ലെ. ഖേത്ത്, വയലിൽ പോകാനാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
അടുത്ത 5ാമത്തെ സൂചന പദ് പഠേം പ്രശ്ന 18 से 19 तक के ഉത്തർ ലിഖേം. അടുത്തതില് ആ പദ്യം പദ് വായിക്കുക. 18ാമത്തെ ചോദ്യം മുതൽ 19ാമത്തെ ചോദ്യം വരെ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അതിൽ നിന്ന് എഴുതുക എന്നാണ്. ബഹിംബൻ മുരളി ശ്രവൺ ഭരി ചകിത് ഭയി ഗോപകന്യ സബ് ധാമകാമ ബിസരി. ഇത് മേരേലാൽ എന്ന് പറയുന്ന ആ പദിലുള്ളതാണ്, സൂർദാസിന്റെയാണ്. അത് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. ആ പതിലുള്ള 2 പദ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഉള്ള 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂൽ ഗയി ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ പദ് സേ ചുൻകർ ലിഖേം. ഭൂൽ ഗയി ബിസരി ചകിത് ഭരി ശ്രവൺ പരി എന്ന. ബിസരി ചകിത് ഭയി എന്ന് പറഞ്ഞാൽ വിസ്മയിച്ചു, അതിശയിച്ചു. ശ്രവൺ പരി കേട്ട ഉടനെ കാതുകളിൽ എത്തിച്ചേർന്നു എന്നാണ്. ബിസരി എന്ന് പറഞ്ഞാൽ ഭൂൽ ഗയി എന്നുള്ള അർത്ഥത്തിനാണ് അവിടെ കാം കാജ് ബിസരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം മറന്നുപോയി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുരളിക്ക് ധ്വനിമേം ലീൻ പ്രണയാതുര് ദോ ഗോപികാവും കെ ബീച്ച് ഹോനെ വാലി ബാത്ചീത് ലിഖേം. 19ാമത്തെ ചോദ്യം അതാണ്. സഹായക സങ്കേത് എന്ന് പറഞ്ഞാൽ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. മുരളിക്ക് ധ്വനിക്ക് മധുരിമ, കൃഷ്ണയ്ക്ക് പ്രതി അനുരാഗ്, അപ്പനേക്കു ഭൂൽ ജാന. ഇതാ ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 2 ഗോപികമാര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി എഴുതണം. അതില് 3 ഹിന്റുകൾ തന്നിട്ടുണ്ട്. ആ 3 ഹിന്റുകൾ അനുസരിച്ച് നിങ്ങൾ അത് എഴുതുക. അടുത്തത് 20ാമത്തെ ചോദ്യം ദോസ്തിയിൽ നിന്നാണ്. അതിന് 6 മാർക്കാണ്. അപ്പൊ ആ പേജില് 1 മാർക്കിൻ്റെത് 16, 17, 18 എന്ന 3 ചോദ്യം ഉണ്ട്. 16ാമത്തെ നമ്മൾ പറഞ്ഞു ഭടക്താ ഹുവാ പീർ കിസ് വിധാ കി രചന ഹെ. അതിന്റെ ആൻസർ എന്തുവാണ്? സംസ്മരണം എന്നാണ്. 2ാമത്തെ ജമീൻ കി രജിസ്ട്രി കെ ഏക് ദിൻ പഹലെ പിതാജിനെ കഹാം ജാനേക്കോ കഹാ. അതിന്റെ ഉത്തരം നമ്മൾ കണ്ടു, ഖേത്ത് എന്നാണ്. 18ാമത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഭൂൽ ഗയി എന്നുള്ളതിന് സമാനമായ വേർഡ് ഏതാണ് പതിലുള്ളതെന്നാണ്. അത് നമ്മൾ ബിസരി എന്നാണെന്ന് മനസ്സിലാക്കി. 19ഉം 20ഉം 8 മാർക്കും 6 മാർക്കും യഥാക്രമം ഉള്ളതാണ്. അത് 19ാമത്തെ 8 മാർക്കിൻ്റെത് കോൺവെർസേഷൻ ആണ്. 20ാമത്തേത് ദോസ്തി എന്ന ആ ഫിലിം ഗീതത്തിലെ 4 വരികൾ തന്നിട്ടുണ്ട്. അതില് വ്യാഖ്യാൻ കരയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവിതാംശ പഠേം അവർ വ്യാഖ്യാൻ കരയും. ആ കവിതയിലെ ഭാഗങ്ങൾ വായിക്കുക, അത് വ്യാഖ്യാനം ചെയ്യുക എന്നുള്ളതാണ്. ഭാവാർത്ഥം എഴുതിയാലും മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് 21ാമത്തെ ചോദ്യം ജീവമൃത്ത് പഠേം അവർ കുമാർ നാരായൺ കെ ബാരേമേ ഏക് അനുച്ഛേദ് ലിഖേം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ഓരോ ചാപ്റ്ററിന്റെയും ഫ്രണ്ടില് അത് എഴുതിയ കവിയോ ലേഖകനോ രചയിതാവോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. എന്ന് ജനിച്ചു, എവിടെ പഠിച്ചു, എന്തെല്ലാം ജോലികളാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചനകൾ എന്തെല്ലാം, ഏതെല്ലാം രചനകൾക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹം മരിച്ചത് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെയും അത് തന്നെയാണ് ജീവമൃത്തിൽ കൊടുത്തിരിക്കുന്നത്. നാം കുമാർ നാരായൺ, ജന്മ सन 1927 को, जन्मस्थान उत्तर प्रदेश के फैजाबाद, रचनाएं चक्रव्यूह, अपने सामने कोई दूसरा नहीं, इन दिनों काव्य संग्रह और पुरस्कार 2005 में ज्ञानपीठ. ഇത്രയും ഹിന്റുകൾ തന്നിട്ടുണ്ട്. ആ ഹിന്റുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വളരെ സിമ്പിളാണ്. അതിന് 6 മാർക്ക് ലഭിക്കും. 22ാമത്തെ ചോദ്യം ഹൈക്കു പഠേം അവർ ആശയ ലിഖേം എന്നാണ്. ഹൈക്കു നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്. പിന്നെ പാരിഭാഷിക ശബ്ദാവലി എന്നും പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ സഹി മിലാൻ കരേം എന്നും പറഞ്ഞ് 2 കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിൽ ഇംഗ്ലീഷ് വേർഡുകളാണ്. അവയ്ക്ക് തുല്യമായിട്ടുള്ള ഹിന്ദി വേർഡുകൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ആ വേർഡുകൾ
തിരഞ്ഞെടുത്ത് എഴുതുക. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും പറഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് അത് നിങ്ങൾ പാരിഭാഷിക ശബ്ദാവലിയിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കുക. 8 എണ്ണത്തിന് ആൻസർ ചെയ്യണം. 8 എണ്ണത്തിന് ആൻസർ ചെയ്താൽ 8 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്കാണ് പോകുന്നത്. പദപടയം അവർ ഭാവാർത്ഥിരിക്കുകയും, അത് പദാണ്, സൂർദാസിന്റെ പദ തന്നെ. സുധമുഖ് ദേക്കി ജശോദ ഫൂലി ഹരഷിത ദേക്കി ദുത്ക്കി ദന്ത്യാം പ്രേമ മകന് തനൂക്കി സുധി ഭൂലി ബാഹിർത്തെ തബ് നന്ദബുലായെ ദേഖൗം ധൗം സുന്ദർ സുഖദായി തനക് തനക് സി ദുത് ദി ദന്തിയാം ദേഖൗ നവസുഫൽ കരോ ആയി ആനന്ദ സഹിത് മഹർ തബ് ആയേ മുഖ് ചിതവൻ ദോവൂ നയന് അഖായി സൂർ ശ്യാമ കിൻകത്ത് ദ്വിജി ദേഖൗ മനോ കമൽ പർ ബിജു ജമായി. ഇത് ആ സൂർദാസിന്റെ പദു മുഴുവനും തന്നിട്ടുണ്ട്, അതിന്റെ ഭാവാർത്ഥം എഴുതാനാണ്. അപ്പോൾ മാതൃഭൂമിയുടെയും മേരേലാൽ ഹേ കാന്, ഇത് ഈ 2 പദ്യങ്ങളുടെയും ഭാവാർത്ഥം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും അത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. 25ാമത്തെ ചോദ്യം, पति द्वारा उपेक्षित होने पर मुर्की किसी दयालु व्यक्ति से भाड़ा लेकर राजवंदी के यहां आश्रय लेती है. संकेत के आधार पर मुर्की का ആത്മകഥാംശ തയ്യാർ കറിയുമെന്നാണ്. ഫോക്കസ് ഏരിയയിൽ പെട്ടിട്ടുള്ളതല്ല അത്. മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറയുന്ന ആ ചാപ്റ്ററിലുള്ളതാണ് അത്. അതിൽ നിന്നുള്ള ഒരു ആത്മകഥാംശം എഴുതാനാണ്. 8 മാർക്കുണ്ട്. 26ാമത്തത്, മാൻലെ ആപ്കെ സ്കൂൾ മേ ഗണതന്ത്ര ദിവസ സമാരോഹ ഹോനെ വാലാ ഹെ ഉസ്കെ ലിയെ ഏക് ആകർഷക് പോസ്റ്റർ തയ്യാർ കരീം. 8 മാർക്കാണ് കിട്ടുന്നത് അതിന്. ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള ഒരു ബോർഡ് വരയ്ക്കുക. അതിനകത്ത് സ്കൂൾ ഗണതന്ത്ര ദിവസ സമാരോഹ് ഹോനെവാല ഒരു ഡേറ്റ് കൊടുക്കണം, ഒരു സ്ഥലം കൊടുക്കണം, സമയം കൊടുക്കണം. ഇത്രയൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് 8 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 27ാമത്തെ ചോദ്യം, കിത്തനെ ബच्चे യതീം ഹോ ഗയേ കിത്തനെ ഔരത്തേം ബേവാ ഹോ ഗയേ ബഹാദുർ ഷാ ജഫർ के पत्र के इस प्रसंग पर शुद्ध के भीषण परिणाम विषय पर आलेख തയ്യാർ കരീമെന്നുള്ളതാണ്. യുദ്ധಕ್ಕೆ ഭീഷണ പരിണാം, ആ യുദ്ധത്തിന്റെ ഭയാനകത സൂചിപ്പിക്കുന്ന ഒരു വിഷയം. ആ 3 സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, 3 സൂചനകൾ തന്നിട്ടുണ്ട്. യുദ്ധ കാ വിനാശ, സാമൂഹിക ക്ഷതി, ശാന്തി കാ മഹത്വം, ഇത്രയും തന്നിട്ടുണ്ട്. അതിന് ബേസ് ചെയ്താണ് നിങ്ങൾ എഴുതേണ്ടത്. അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പെട്ടിട്ടുള്ള ലെസൺ ആണ്. അതുകൊണ്ട് അത് നന്നായിട്ട് നോക്കുക, എഴുതുക. 28ാമത്തെ ചോദ്യം, തുമ്നെ അപ്പനെ കൈദി ബാപ്പുക്കോ ഖത്ത് ഭേജ. അതും അതേ ലെസണിൽ നിന്ന് തന്നെയുള്ളതാണ്. ഖത്ത് ക്യാ ഭേജ മേരി ജാൻ ആസൂനാമാ ഥാ. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. बेटी के आसूना में बादशाह के मन को विचलित कर दिया. ये वे डायरी में अपनी पीड़ा व्यक्त करते हैं. वह डायरी लिखी. ഇവിടെ ഡയറിയാണ് എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഡയറി എഴുതുമ്പോഴത്തേക്ക് ഡേറ്റ് മാത്രം കൊടുത്താൽ മതി. ഡേറ്റ് എഴുതുക. ഒരു വളരെ ഭംഗിയായിട്ട് ഒരു കോളം വരയ്ക്കുക. ആ കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതിയിട്ടാണ് പാരഗ്രാഫ് തുടങ്ങുന്നത് പോലെ നടുക്ക് നിന്ന് എഴുതി തുടങ്ങുക. ഇതാണ് ഡയറിയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. 29ാമത്തെ ചോദ്യം, ഭവിഷ്യമേ ഹമേ വിശ്രാം കർണ യാ ചൈൻ സേ ബൽക്കി നിരന്തർ പ്രയാസ് കർണ ഹേ. നെഹ്റു ജി की इस कथन के आधार पर परिश्रम का महत्व विषय पर ഭാഷൺ തയ്യാർ കരീം. പ്രസംഗമാണ് തയ്യാറാക്കേണ്ടത്. ഭാഷൺ മാനി പ്രസംഗം. ഒരു പ്രസംഗം തയ്യാറാക്കണം. അതിന് കുറച്ച് ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹിന്റ് അനുസരിച്ച് 3 ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് എഴുതേണ്ടത്. 8 മാർക്കുണ്ട് അതിന്. 30ാമത്തെ ചോദ്യം, മാൻലേം ദോസ്തി ഫിലിം गीत सुनने के बाद एक छात्र अपने पुराने मित्र को पत्र लिखता है. പത്ര തയ്യാർ കരീം. ഇപ്പോൾ ലെറ്റർ റൈറ്റിംഗില് പെട്ടിട്ടുള്ളതാണത്. അപ്പോൾ ഒരു ലെറ്റർ ഉണ്ടാകും,
ഒരു പോസ്റ്റർ ഉണ്ടാകും, ഒരു ഡയറി ഉണ്ടാകും. അപ്പോൾ പോസ്റ്റർ, ഡയറി, ലെറ്റർ ഇതെല്ലാത്തിൻ്റെയും കൂടി ഒരു വീഡിയോ നമ്മൾ അടുത്ത ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. പോസ്റ്റർ എങ്ങനെ എഴുതണം, ഡയറി എങ്ങനെ എഴുതണം, അതുപോലെ പത്രം എങ്ങനെ എഴുതണം, കോൺവെർസേഷൻ വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, അതൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നതാണ്. 31ാമത്തെ ചോദ്യം അംഗ്രേസി ഖണ്ഡ് ഹിന്ദി അനുവാദ് കരയുമെന്നാണ്. ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് തരുന്നു, അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുക. വേർഡ് ബൈ വേർഡ് ആയിട്ടോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഐഡിയ മാത്രമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിൾ സെന്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബുദ്ധിമുട്ടുള്ള വേർഡുകളുടെ ഹിന്ദി വേർഡുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 32ാമത്തെ ക്വസ്റ്റ്യൻ बाजार में एक नया तेल ऐसे नहीं निकला है जो बाल बढ़ने में सहायक है, उसकी बिक्री बढ़ाने के लिए एक विज्ञापन തയ്യാർ കരെ. ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാൻ ഉള്ളതാണ്. 8 മാർക്കുണ്ടതിന്. അഡ്വർടൈസ്മെന്റ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ മറ്റേ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ്. 33ാമത്തത് ഭാഷാ ഭാവോ की अभिव्यक्ति का सशक्त माध्यम होती है. आज विश्व की एक प्रमुख भाषा के रूप में हिंदी उभर रही है. विश्व भाषा के रूप में हिंदी का प्रचार प्रसार विषय में निबंध तैयार करें. सूर्य नाम में പഹ്ലാദിൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ്. കുറച്ച് ഹിന്ദികൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒരു നിബന്ധം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അംഗ്രേസി സംവാദ് കാ ഹിന്ദിയും അനുവാദ് കരയും. ഒരു ഇംഗ്ലീഷ് കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അത് സിമ്പിളാണ്. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് തനിയെ എഴുതാനായിട്ട് പറ്റും. ബുദ്ധിമുട്ടുള്ള വേർഡുകൾ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതേപോലെ തന്നെയായിരിക്കും, ഈ മോഡൽ പോലെ തന്നെയായിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിനേഷനും ക്വസ്റ്റ്യൻ വരുന്നത്. ഗ്രാമർ പാർട്ടുകളെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇടുന്നതാണ്. പിന്നെ ആ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ ഇതുവരെ ഒരു ലെസണും വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കാത്ത ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു ചെറിയ കണ്ടന്റ് മാത്രം തയ്യാറാക്കി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.